സമസ്ത ലോകഹിതാർത്ഥം ജീവൻ ത്യജിക്കാൻ ഭഗവാൻ തയ്യാറായി എന്ന് പറയുന്ന തത്വത്തെയാണ് ശിവരാത്രി നമുക്ക് എന്ത് ചെയ്യുന്നത്, പ്രദാനം ചെയ്തത്. അപ്പൊ ക്രോധം വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യരുത്, തീരുമാനം എടുക്കരുത്. കാമവും പ്രേമവും വർദ്ധിക്കുമ്പോൾ വാക്കും കൊടുക്കരുത്. അങ്ങനെ മാദ്രി പോയി നിന്നു. കാമാർത്ഥനായ പാണ്ഡു കയറി പിടിച്ചു. ആര് മരിച്ചുപോയി? പാണ്ഡു മരിച്ചുപോയി. പാണ്ഡുവിന്റെ ചിതയിൽ ആര് ചാടി മരിച്ചു? അത് സതിയാണോ? സതി കേട്ടിട്ടില്ലേ? ഭർത്താവിന്റെ ചിതയിൽ ആര് ചാടണം? ഭാര്യ ചാടാൻ തയ്യാറില്ലെങ്കിൽ നാട്ടുകാർ പിടിച്ചിട്ട് ചിതയിൽ ഇടുമായിരുന്നു അല്ലേ? ഇത് തുടങ്ങിയത് എനിക്ക് കൃത്യമായ തെളിവില്ല. പക്ഷെ തുടങ്ങാനുണ്ടായ കാലഘട്ടം എനിക്ക് തോന്നുന്നത് ഇസ്ലാമിക രാജാക്കന്മാരുടെ ഭരണ സമയത്താണ്. ഇസ്ലാമിക രാജാക്കന്മാരുടെ അന്നും ഇസ്ലാമിക തീവ്രവാദികളുടെ പടയോട്ട സമയത്ത് സ്ത്രീകളും കുട്ടികളും ഒരിക്കലും സുരക്ഷിതരല്ല. ഫോർ എക്സാമ്പിൾ, ഈ 2023 5000-ഓളം തീവ്രവാദികൾ എവിടത്തേക്ക് കയറി? ഇസ്രായേലിലേക്ക് കയറി ഇല്ലേ? ഹമാസ് ഭീകരന്മാർ 6 വയസ്സുള്ളൊരു കുട്ടിയെടുത്ത് ഓവലിട്ട് കളഞ്ഞു. 6 മാസം പ്രായമുള്ള കുട്ടി എടുത്തിട്ട് ഓവൻ കണ്ടിട്ടില്ലേ, അതിലിട്ട് കളഞ്ഞു. ഒരൊറ്റ സ്ത്രീകളെയും യുവതികളെയും വെറുതെ വിട്ടിട്ടില്ല. 10 വയസ്സിന് മേലെ പ്രായമുള്ള സകല കുട്ടികളെയും ബലാത്സംഗം ചെയ്തു. ഒരു ദാക്ഷിണ്യം ഇസ്ലാമിക തീവ്രവാദികളിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇസ്ലാമിക തീവ്രവാദി വീട്ടിൽ കയറിയാൽ പുരുഷൻ മാത്രമാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ ഞങ്ങളൊക്കെ റെഡിയാ, പോട്ടെ, ചത്തേക്കാം. പക്ഷെ മക്കൾക്ക്, അമ്മമാർക്ക്, പ്രായമായ ആളുകൾ, സായിപ്പ് ഒരിക്കലും നമ്മുടെ സ്ത്രീകളെ ഉപദ്രവിച്ചിട്ടില്ല. നമ്മുടെ ക്ഷേത്രങ്ങൾ തകർത്തിട്ടില്ല. നമ്മുടെ സ്ത്രീകളോട് മാനഭംഗം ചെയ്തിട്ടില്ല. ഒരു പരിധിവരെ മാന്യത ഉണ്ടായിരുന്നു. മഹാത്മാഗാന്ധിയുടെ അഹിംസാ സിദ്ധാന്തം സായിപ്പിന്റെ അരികിൽ വിജയിച്ചത് സായിപ്പ് ജെന്റിൽമാൻ ആയതുകൊണ്ടാണ്. മഹാത്മാഗാന്ധിയുടെ അഹിംസാ സിദ്ധാന്തം ഒസാമ ബിൻ ലാദന്റെ അരികിൽ വിജയിക്കുമോ? ഓറഞ്ച് കുപ്പായ എടുത്തിട്ട് ഗാന്ധിയുടെ തലേന്ന് അർത്ഥമാണ്. ഭീകരമാണ് ആ മതത്തിന്റെ തീവ്രവാദ വിഭാഗം. എല്ലാവരും ഇല്ല കേട്ടോ. 6 ടൈപ്പ് മുസ്ലിങ്ങളുണ്ട്. നമ്മുടെ വിഷയമല്ലാതെ 6 ടൈപ്പ് ഓഫ് മുസ്ലിങ്ങൾ. അല്ല, 5ാമത്തെ ടൈപ്പാണ് ഭീകരന്മാർ. അതായത് ആയുധമെടുത്തുകൊണ്ട് മനുഷ്യനെ പച്ചക്ക് കൊല്ലുന്ന ആളുകളാണ് ഭീകരന്മാർ. കലിമ ചൊല്ലാൻ അറിയാത്തത് കൊണ്ട് മനുഷ്യന്റെ തലക്ക് വെടിവെച്ച് കൊല്ലുന്നവരാണ്. എന്നാൽ ഉത്തമരായിട്ടുള്ള മുസ്ലിങ്ങളില്ലേ? APJ അബ്ദുൽ കലാം മുസ്ലിം അല്ലേ? പേര് കേട്ട ഇപ്പോഴും നമ്മളോട് എഴുന്നേറ്റ് നിൽക്കാൻ പറയില്ല, നമ്മൾ നിന്ന് പോയില്ലേ? അതുകൊണ്ട് നമ്മൾ എല്ലാവരെയും അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. പക്ഷേ അവരുടെ മതസംഖ്യയിൽ ഒരു 5% ആയുധമെടുത്ത് പോരാടുന്ന ഭീകരന്മാരാണെങ്കിൽ 95% അതിനെ ബ്ലോക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് പഹൽഗാമിൽ ഒരു മുസൽമാനും മരിച്ചു, ഒരു കുതിരക്കാരൻ, പാവം. ആ കുതിര വണ്ടിയുടെ പുറത്ത് അവനിങ്ങനെ ജീവിക്കാൻ വേണ്ടി കുതിര ഓടിച്ചു വരുമ്പോഴാണ് ആ കുതിരപ്പുറത്ത് വരുന്നവനെ വെടിവെച്ച് കൊല്ലുന്നു. അവൻ തോക്ക് കയറി പിടിച്ചു. ഈ ഹിന്ദുവിനെ വെടിവെച്ച് കൊല്ലാൻ സമ്മതിക്കില്ല. അവനോട് ഭീകരന്മാർ പറഞ്ഞു, നീ ഓടിക്കോളൂ, നീ പോയിക്കോ. അവനൊന്നും പറ്റില്ലായിരുന്നു. പക്ഷെ ആ മനുഷ്യൻ ആ തോക്കിൽ കയറി പിടിച്ചതോടെ അവനെയും കൊന്നുകളഞ്ഞു. ഈ അവസ്ഥ നമ്മുടെ സമാജത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഈ കാലഘട്ടത്തിലാണ് സതി ഉണ്ടായത് ഭാരതത്തിൽ വ്യാപകമായിട്ട്. അതിന് കാരണമായിട്ട് പറയപ്പെടുന്നത്, പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് പോകണം, ഞാൻ പോയതാണ് രാജസ്ഥാനിലെ ചിത്തോറിൽ. ഒരു ദിവസം 14,000 ഹിന്ദു സ്ത്രീകൾ അഗ്നിപ്രവേശം ചെയ്ത നാടാണത്. അലാവുദ്ദീൻ ഖിൽജി എന്ന കാമഭ്രാന്തൻ ചിത്തോറിലെ മഹാരാജ്ഞി റാണി പത്മിനിയെ കാണുവാനിടയായി. റാണി പത്മിനിയുടെ ഫോട്ടോ അവിടെ ഉണ്ട്. 1000 ഐശ്വര്യമാരേക്കാൾ സുന്ദരിയായ പത്മിനി. കണ്ട മാത്രയിൽ ഇവൻ പറഞ്ഞു, ഇതെന്റെ 10ാമത്തെ കെട്ട്. ആരായിരിക്കും? ഈ റാണിയായിരിക്കണം. ആ റാണിയെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ചിത്തോറിനെ ആക്രമിച്ചത്. പുരുഷന്മാരെ മൊത്തം കൊന്നോളഞ്ഞു. പച്ചക്ക് ISIS ഭീകരന്മാർ എങ്ങനെയാണ് ഈ സ്ഥിതികൾ ഇല്ലാതാക്കിയത്? നമ്മൾ ഈ സ്വപ്ന ലോകത്ത് ജീവിക്കരുത്. ഈ റിയാലിറ്റി ആയിട്ട് തന്നെ പറയണം. നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ കൊള്ളരുതായ്മ എന്ന് എനിക്ക് ഇഷ്ടപ്പെടാത്തത് സത്യം പറയില്ല. എല്ലാ മതങ്ങളുടെയും തത്വം ഒന്നാണെന്ന് പറയും. നീ വായിച്ചിട്ടുണ്ടോ ഖുറാൻ? ഇല്ല. നീ ബൈബിൾ വായിച്ചിട്ടുണ്ടോ? ഇല്ല. നീ ഭഗവത്ഗീത പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് നീ എല്ലാ മതങ്ങളുടെയും തത്വം ഒന്നാണെന്ന് പറയുന്നത്? അത് പാർട്ടി ക്ലാസ്സിൽ നേതാവ് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണോ മതം പഠിക്കേണ്ടത്? നമ്മൾ ഒന്നിനെ പഠിക്കുമ്പോൾ അതിന്റെ പോരായ്മകളും അതിന്റെ നേട്ടവും കോട്ടവും പഠിക്കണ്ടേ? നമ്മുടെ വീട്ടിൽ കരണ്ട് വേണം, നിർബന്ധമല്ലേ? കരണ്ട് വരുമ്പോൾ ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്ത് പഠിക്കണ്ടേ? പക്ഷേ പ്ലഗിനുള്ളിൽ കൈയിട്ടാറുണ്ടാകുന്ന കോട്ടം എന്തെന്ന് പഠിച്ചില്ലെങ്കിൽ എന്തായിരിക്കും അപകടം? മരണം.
കരണ്ടിനെ കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ അതിനേക്കാൾ അപകടം പിടിച്ച മറ്റൊന്നുണ്ടോ? ഇല്ല. കരണ്ട് കൃത്യമായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് കരണ്ട് പ്രകാശം പരത്തുന്നത് എന്നറിയണം. അത് റോങ് ആയിട്ട് യൂസ് ചെയ്യുന്നത് മരണത്തിനിടയാക്കും. അറിയാലോ? ഇതുപോലെ നിങ്ങളൊരു മതത്തെ സ്വീകരിക്കുമ്പോൾ, മതത്തെ പഠിക്കുമ്പോൾ അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് പഠിക്കണം. നമ്മുടെ രാഷ്ട്രീയക്കാർ സത്യം പറയില്ല. റിയാലിറ്റി എപ്പോഴും നമ്മൾ ഫേസ് ചെയ്യണം. റിയാലിറ്റി. അപ്പൊ നമ്മുടെ മുന്നിൽ ഈ ഭീകരവാദം എന്ന് പറയുന്നത് കൺമുന്നിൽ നടന്നുകൊണ്ടിരിക്കവേ അതിന് വെള്ള പൂശും. ISSഉം RSSഉം ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് പറയുന്നതോടുകൂടി ഇയാളുടെ ഉത്തരവാദിത്തം കഴിയും. ISSഉം RSSഉം ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണോ? നിങ്ങൾ വിചിന്തനം ചെയ്യുക. നമ്മുടെ രാഷ്ട്രീയ വേദിയല്ല ഇത്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഹിന്ദുക്കളായ നമ്മൾ റിയാലിറ്റി എപ്പോഴും റിയാലിറ്റി ആയിട്ട് തന്നെ കണക്കാക്കണം. എല്ലാ മതങ്ങളുടെയും തത്വം ഒന്നല്ല. മതങ്ങൾ അപകടകാരികളാണ്. റിലീജിയൻ ഇറ്റ് ഈസ് ഓപ്പിയം. മാർക്സിന്റെ അഭിപ്രായത്തിനൊപ്പം ഞാൻ. മതം മനുഷ്യനെ മയക്കുന്ന കറുപ. മതത്തെ പോലെ മനുഷ്യനെ മയക്കുന്ന ഒരു സാധനം ഉണ്ടായിട്ടില്ല. മതത്തിന് വേണ്ടി എത്ര പേരാണ് ദിവസം ഭൂമിയിൽ ചാവുന്നത്. മതമില്ലാത്ത രാജ്യങ്ങളിൽ എത്ര സന്തുഷ്ടോടുകൂടി ആൾ ജീവിക്കുന്നത്. നമുക്ക് മതം വേണ്ട, നമുക്ക് ധർമ്മം വേണം. ഹിന്ദു മതമാണോ? നമ്മൾ ധർമ്മ. നമ്മൾ മതമായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഇവിടെ നിശ്ചയിക്കും. എവിടെ വരണം? അമ്പലത്തിൽ വരണം. വന്നില്ലെങ്കിൽ അവിടുത്തെ മൊയിലാർ ചോദിക്കുമ്പോൾ ശാന്തിക്കാരൻ ചോദിക്കും, ആ തന്നെ അമ്പലത്തിൽ കണ്ടില്ലല്ലോ, പിന്നെ അമ്പല കമ്മിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. മഹലിൽ നിന്ന് പുറത്താക്കി പറയൂലേ? നമ്മളെ അങ്ങനെ ആരെങ്കിലും പുറത്താക്കുമോ? അമ്പലത്തിൽ പോകുന്നതിനെന്താണ്, പോകാത്തിരുന്നാണ്. അമ്പലം എന്ന് ചുമരല്ലേ, വിഗ്രഹം എന്ന് കല്ലല്ലേ എന്ന് വിളിച്ച് പറഞ്ഞവർ ഇപ്പൊ അമ്പല കമ്മിറ്റി പ്രസിഡന്റ് അതിനോട് നടക്കുന്നല്ലേ? ഇല്ലേ? ഒരു കാലത്ത് അമ്പലം എന്ന് ചുമരല്ലേ, വിഗ്രഹം എന്ന് കല്ലല്ലേ, ശബരിമലയെ താർക്കുവാനൊക്കെ പരിശ്രമിച്ച അയ്യപ്പ സംഗമം, എന്തൊക്കെയാ പരിപാടികൾ അല്ലേ? എന്തുകൊണ്ടാ? ഭൂമിയുടെ ആകർഷണ വലയത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാൻ വസ്തുക്കൾക്ക് സാധ്യമല്ല എന്നതുപോലെ ഹിന്ദുധർമ്മത്തിന്റെ ആകർഷണ വലയത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ ഒരു കമ്മ്യൂണിസ്റ്റിനും സാധ്യമല്ല. അത് പിടിച്ചിങ്ങനെ വലിയ. കാരണം ഇത് ധർമ്മ, മതമല്ല. നമ്മൾ ഒരിക്കലും മതാവരുത്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ആളുകൾ പരിതപിക്കാറുണ്ട്, മുസ്ലിങ്ങളൊക്കെ കൃത്യമായിട്ട് പള്ളിയിൽ പോകുന്നു, ഒരു 4 വയസ്സ് മതം പഠിക്കുന്നു, നമ്മുടെ ഹിന്ദു കുട്ടികൾ ഇതൊന്നും പഠിക്കുന്നില്ലല്ലോ എന്ന് പറയാറുണ്ട്. പഠിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാ? ഇത് മതമല്ലെന്നേ. അതുകൊണ്ട് ഇസ്ലാമിനും ക്രിസ്ത്യാനിക്കൊക്കെ ആയുസുണ്ട്. ഒരു 500 വർഷത്തിൽ കൂടുതൽ ഈ മതം ഉണ്ടാവില്ല. ഇത് 16 കൊല്ലങ്ങളായി നിലനിൽക്കുന്നതാണ് ഈ സംസ്കാരം. ഇതിനിയും ലക്ഷക്കണക്കിന് കൊല്ലം മനുഷ്യനുള്ളത് വരെ ഉണ്ടാവും. കാരണം മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ ആബ്സല്യൂട്ട് ഫ്രീഡം. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. പരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ഇസ്ലാമിക രാജ്യങ്ങൾ ഓരോന്നും പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് സൗദി അറേബ്യ എൻഡർലി എന്ത് ചെയ്യുന്നത്, പരിവർത്തനത്തിന് വിധേയമാകുന്നത്. ഇപ്പം സൗദി അറേബ്യയിൽ പോകുമ്പോൾ ഹിന്ദു സ്ത്രീകൾ പർദ്ദ. എന്റെ തൊട്ടൊരു സുഹൃത്ത് സനൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഇയാൾ ഭാര്യയെ കൂട്ടാൻ വേണ്ടി 15 കൊല്ലം മുമ്പാ ഭാര്യയെ കൂട്ടാൻ വേണ്ടിയിട്ട് അവിടെ സൗദി അറേബ്യ വിസ കിട്ടി. അപ്പൊ ഈവൻ നാട്ടിൽ വന്നിട്ട് പർദ്ദ മേടിക്കുന്നു. ആര്? ഹിന്ദു സനൽ. ഞാൻ എന്ത് പറ്റിയടാ? അപ്പൊ ഭാര്യയെ എവിടെ കൂട്ടണം? ഭാര്യ സൗദി കൂട്ടാൻ എനിക്ക് അറിയില്ലായിരുന്നു. ഭാര്യ സൗദി കൂട്ടാൻ നീ എന്തിനാ പർദ്ദ മേടിക്കുന്നത്? അവിടെ ഈ പർദ്ദ ഇടാതെ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. നിങ്ങൾ ഹിന്ദു ക്രിസ്ത്യാനി എന്നല്ല, അവിടുത്തെ റോട്ടിലേക്ക് ഇറങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പൊ ആ നിയമമില്ല. രാജകുമാരൻ എഡ്യൂക്കേറ്റഡ് ആണ്, നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. നിങ്ങൾ മാന്യമായ വസ്ത്രം ധരിക്കൂ, വൾഗറായ വേഷം ധരിക്കാതെ മാന്യമായ വസ്ത്രം ധരിക്കൂ എന്നാരും പറഞ്ഞു. വലിയ പരിവർത്തന ദിശയിലാണ്. രാമായണത്തിനും മഹാഭാരതത്തിനും പ്രാധാന്യം കൊടുത്തു. ഒരുപാട് സ്ഥലത്ത് അമ്പലങ്ങളില്ലെങ്കിലും ആരാധന നടത്തുവാൻ ക്രിസ്ത്യാനിക്കും ഹിന്ദുക്കൾക്കും പെർമിഷൻ കൊടുത്തു. UAE ഒക്കെ ഒരുപാട് അഡ്വാൻസ് അല്ലേ? അവിടുത്തെ രാജാവ് തന്നെയാണ് അവിടെ വീടേങ്ങാൻ വിളക്ക് കത്തിച്ചാൽ അവന്റെ കാര്യം പോകാം, കട്ട പോകുകയാണ്. അവിടുത്തെ രാജാവാണ്, ഷെയ്ഖാണ് എന്ത് വിളക്ക് കത്തി. നമ്മുടെ എന്താ ക്ഷേത്രത്തിന്റെ പേര് അല്ലെ? ബാപ്പസ് അല്ലേ? അത് ഗംഭീരമായ ക്ഷേത്രമാണ്. അവര് 75 ഏക്കർ ഭൂമി അവിടുത്തെ ഷെയ്ഖ് നൽകിയതാ. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ കണ്ണൂരിലും കാസർഗോഡും ഇവിടെയുള്ള തീവ്രവാദികൾ മാതൃകയാക്കുന്നത് UAE ആയിരുന്നുവെങ്കിൽ, സൗദി ആയിരുന്നുവെങ്കിൽ ഒരു കുഴപ്പവും നമുക്കില്ല. പക്ഷെ അവർ മാതൃകയാക്കുന്ന അഫ്ഗാനിസ്ഥാനാണ്. അവിടെ വേഷം അഫ്ഗാനിസ്ഥാൻ വേഷത്തിലാണ്. പണ്ട് കാസർഗോഡ്, ഞാൻ 25 കൊല്ലം യാത്ര ചെയ്യുന്ന ആളാണ്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് പോകുമ്പോൾ ഹോട്ടലുകൾ കാണുമ്പോൾ മതം അറിയില്ലായിരുന്നു. ഹോട്ടൽ ഉടമസ്ഥന്റെ മതം അറിയില്ലായിരുന്നു. കാരണം ഹലാൽ ബോർഡുകൾ എവിടെ ഞാൻ കണ്ടിട്ടില്ല 10 കൊല്ലം മുമ്പ് വരെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 10 കൊല്ലം മുമ്പ് വരെ ഹോട്ടലിന്റെ ഉടമസ്ഥന്റെ മതം അറിയാൻ പറ്റുമോ നമുക്ക്? ഇപ്പൊ അറിയാൻ പറ്റും. ഇപ്പൊ അവിടെ ഹലാൽ ബോർഡ്, ഞാൻ ഒറ്റ ഹോട്ടൽ ഞാൻ കയറില്ല.
അവര് പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങളുടെ വിശ്വാസപ്രകാരം പാചകം ചെയ്യുന്ന ഇറച്ചിയാണ് അല്ലെ ഭക്ഷണമാണ് ഇവിടെ ഉള്ളത്, നീ മനസ്സുണ്ടെങ്കിൽ കഴിച്ചാൽ മതി, അവിടെ പോയിട്ട് ഹിന്ദു കടിച്ചു വരിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ എഴുതി വെച്ചാലോ, ഹിന്ദു വിശ്വാസപ്രകാരം പാചകം ചെയ്യുന്ന ഭക്ഷണമാണ്, നിനക്ക് സൗകര്യം കഴിച്ചാൽ മതി അവര് കയറുമോ? അപ്പൊ ഈ തിരിച്ചറിവില്ലാതെ പോകുന്നത് വലിയ അപകടമാണെന്ന് സന്ദർഭവശാൽ പറയട്ടെ. സതിയെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. സതി എങ്ങനെ ഉണ്ടായി? റാണി പത്മിനിയെ സ്വന്തമാക്കുവാൻ വേണ്ടി കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് പുരുഷന്മാരെ കൊന്നൊടുക്കിയിട്ട് ആനയെ ഉപയോഗിച്ച് വാതിൽ ചവിട്ടി തുറന്ന് ഉള്ളിലേക്ക് കടന്നപ്പോൾ ഗിൽജിയും കൂട്ടരും കണ്ടത് കൈക്കുഞ്ഞുങ്ങളെയും മാറോട് അടുക്കി പിടിച്ച് അഗ്നിപ്രവേശം ചെയ്യുന്ന 14,000 രജപുത്ര സ്ത്രീകളെ. 14,000 ഹിന്ദു സ്ത്രീകൾ ഒരു ദിവസം അഗ്നിയിൽ ചാടി വലിച്ചു. എന്തിനാ അഗ്നിയിൽ ചാടി വലിച്ചത്? ഇസ്ലാമിക മതഭ്രാന്തന്മാരായ ഈ സൈനികന്മാരുടെ കൈകളിലേക്ക് യുവതികളെ കിട്ടിയാൽ, 10 വയസ്സിന് മേലെയുള്ള പെൺകുട്ടികളെ കിട്ടിയാൽ, ഇനി 60 വയസ്സുള്ള അമ്മമാരെ കിട്ടിയാൽ 100 കണക്കിന് പുരുഷന്മാർ മാനഭംഗം ചെയ്ത് ഇഞ്ചിഞ്ചായി കൊല്ലപ്പെടും. അപ്പോ 100 പുരുഷന്മാർ ഇവിടെ നിങ്ങളെ മാനഭംഗം ചെയ്തു കൊല്ലും, അല്ലെങ്കിൽ അവിടെ ഒരു അഗ്നി കൊണ്ടുകൊണ്ട് എന്റെ അമ്മമാരെ നിങ്ങൾ തെരഞ്ഞെടുക്കും. മരണം ഉറപ്പാ. ഒന്നിൽ ഇങ്ങനെ മരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ മരിക്കാം. ഇന്നും ഭാരത സ്ത്രീകൾ എന്ത് തെരഞ്ഞെടുക്കും? അഗ്നികുണ്ഡം. നമ്മുടെ അമ്മമാർ ചെയ്ത് തെറ്റാണോ? അല്ല, അത് ആചാരമായിട്ട് വന്നു സതി. പക്ഷെ ഇവരെല്ലാം പോയതിനു ശേഷവും രാജസ്ഥാനിലൊക്കെ പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് തീയിലിടാൻ തുടങ്ങി. ഇന്നലെ ചെയ്ത ഒരു അബദ്ധം ഇന്നത്തെ ആചാരം, നാളത്തെ ശാസ്ത്രം. ഹിന്ദുക്കൾ ഒരുപാട് അന്ധവിശ്വാസികൾ കൂടിയാണ്. മണ്ഡലമാസത്തിൽ ഒരു ഗുരുസ്വാമിയും 30 സ്വാമിമാരും കൂടി മലക്ക് പോവുകയാണ്. വഴിയിൽ ഒരു ക്ഷേത്രത്തിൽ കയറിയപ്പോ ക്ഷേത്രത്തിന്റെ കൽവിളക്കിൽ കിടന്നൊരു വണ്ട് പിടക്കുന്നു. കണ്ടപ്പോൾ ഗുരുസ്വാമിക്ക് ഒരു സങ്കടം തോന്നി. വണ്ടിനെ എടുത്തിട്ട് പുറത്തേക്ക് ഇട്ടു. കയ്യിൽ എണ്ണ പറ്റി. അദ്ദേഹം തലയിൽ തുടച്ചു. പിറകുന്ന വരുന്ന സ്വാമി എണ്ണ കുത്തി തലയിൽ തുടച്ചു. അതിന്റെ പറയുന്ന ഒരു സ്വാമി എണ്ണ കുത്തി തലയിൽ തുടച്ചു. അങ്ങനെ 30 സ്വാമിമാരും എണ്ണ കുത്തിയിട്ട് തലയിൽ തുടച്ചു. അടുത്ത പോലെ അവിടെ ഒരു ബോർഡ്, എണ്ണ കുത്തി തലയിൽ വെക്കാൻ 101 റുപ്യാണ്. ഹിന്ദുക്കളെല്ലാം ഷീട്ടാക്കി. മനസ്സിലായല്ലോ? ഇന്നലെ ചെയ്ത ഒരു അബദ്ധം, ഇന്നത്തെ ആചാരം, നാളത്തെ. നിങ്ങളുടെ ആചാരം ചെയ്യുമ്പോൾ ഇതൊക്കെ എന്തിനാന്ന് ചോദിക്കണം. മുമ്പേ ഗമിക്കുന്ന ഗോക്കൾക്ക് പിമ്പേ ഗമിക്കുന്ന ഗോക്കളെ പോലെ ആകരുത്. പശുവല്ല, അങ്ങനെ പോട്ടെ. ഇത് മനുഷ്യനാ. മനനം ചെയ്യുവാൻ കഴിവുള്ളവൻ ആരോ മനുഷ്യൻ. ആനയുടെ സിംഹത്തിന്റെ ശാരീരിക ശക്തിയില്ല, ഉറുമ്പിന്റെ ഘ്രാണശക്തിയില്ല, പട്ടിയുടെ കേൾവി ശക്തിയില്ല, പൂച്ചയുടെ കാഴ്ച ശക്തിയില്ല, ആഴ്ചകളോളം ഇടചേർന്ന് നടക്കുന്ന പുഴുക്കളുണ്ട്, ആ ശക്തിയില്ല. പക്ഷെ ഇതിന്റെയൊക്കെ മേലെയാണ് ബ്രഹ്മാവലോക ദിഷണമുദ മാപദേവ. മനുഷ്യ നിർമ്മാണത്തെ കുറിച്ച് ശാസ്ത്രം പറയും, സൃഷ്ട്വാ പുരാണി വിവിധാന്യ ജയാത്മശക്തിയാൽ, ഈ പ്രപഞ്ചത്തിൽ നിന്നും അന്യമല്ലാത്ത ഒരു ശക്തി സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ചു. വൃക്ഷങ്ങളെ, എഴുതുക്കളെ, ഷഡ്പദങ്ങളെ. സ്ഥൈ സ്ഥൈ അതുഷ്ട ഹൃദയ. ആ സൃഷ്ടാവിന്റെ ഉള്ളിൽ അസന്തുഷ്ടി ഉണ്ടായി. കാരണം സൃഷ്ടിയിൽ പൂർണ്ണത കൈവരിച്ച ഒരു ജീവിയെ ഞാൻ സൃഷ്ടിച്ചില്ലല്ലോ എന്നോർത്ത് പുരുഷം വിധായ. പുരുഷൻ എന്ന് വെച്ചാൽ എന്താ? മനുഷ്യനാണ്. ആണുങ്ങളെ സൃഷ്ടിച്ചതല്ല, മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യന്റെ പ്രത്യേകത ബ്രഹ്മാവലോക ദിഷണ മുത മാപദേവ. ബ്രഹ്മാവലോക ദിഷണ, ബുദ്ധിശക്തിയാണ് മനുഷ്യന്റെ പ്രത്യേകത. കാര്യത്തെ കണ്ടാൽ കാരണം ചോദിക്കണം. അതുകൊണ്ട് വേദങ്ങൾ പറയുന്നു ആന ചേനയാണെന്ന്. കണ്ണട വിശ്വസിക്കോ? ഒരു പണിതം പറയണം. യുക്തിയുക്തം ഉപാദേയം വചനം ബാലകാതപി അന്യതൃണമിവ ത്യാജ്യം അപ്യുക്തം പത്മജന്മന. യോഗവാസിഷ്ഠത്തിൽ വാൽമീകി മഹർഷി പറഞ്ഞതായി. ഞാൻ പറഞ്ഞു യുക്തിവാദത്തിന്റെ ഡെഫിനിഷൻ. ഞാൻ യുക്തിവാദിയെ സമയത്ത് എനിക്ക് കിട്ടിയില്ല. ചിദാനന്ദപുരി സ്വാമിയുടെ പ്രഭാഷണം കേൾക്കാൻ പോയപ്പോഴാണ് എനിക്ക് യുക്തിവാദത്തിന്റെ ഡെഫിനിഷൻ കിട്ടിയത്. ഞങ്ങളെല്ലാം വഴിതെറ്റിച്ച ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ചിന്തകന്മാരും യുക്തിവാദികളും യുക്തിവാദത്തിന്റെ ഡെഫിനിഷൻ പറഞ്ഞു തന്നില്ല. എന്താണ് യുക്തിവാദം? യുക്തിവാദിയുടെ ജീവിതചര്യ എന്താണ്? രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്നവരെ യുക്തിവാദിയെ നീ എന്ത് ചെയ്യും? ഒന്നിനും അവന്റെ കയ്യിൽ ഉത്തരമില്ല. അവന്റെ ഉത്തരം അമ്പലച്ചവനാണ് വിഗ്രഹം കല്യാണം. ഗുരുവായൂർ അമ്പലം പൊളിക്കണം, അവിടെ കപ്പ വെക്കണം. ബദൽ ജീവിത രീതി. നിന്റെ കയ്യിൽ എന്തുണ്ട്? ഞാൻ അമ്പലത്തെ ഉപേക്ഷിക്കാം, എനിക്ക് അമ്പലം വേണ്ട. നിന്റെ കയ്യിൽ ബദൽ ജീവിത രീതി പറയൂ. ഒരാശയം പറയുന്നവർക്ക് അതിന് പ്രത്യേകിച്ച് ആശയമൊന്നുമില്ല. ഇനിയിപ്പോ അയ്യപ്പ സംഗമം നടത്തിയിട്ട് ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റായ റോഡ് നടക്കുക. ഒരാശയത്തെ ദൃഢത വേണ്ടേ? കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം ഒരു വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്ന് പറയുന്ന വലിയ ഒരു ഭൗതിക കാഴ്ചപ്പാടിന്റെ ബേസിൽ അതിനുള്ളത്. അതിൽ നിൽക്കണ്ട അവര്. അപ്പൊ ആശയത്തിന് ദൃഢതയില്ല. ഞാൻ എന്താ ചെയ്യുന്നത് അവനറിയില്ല. അപ്പോ യുക്തിവാദത്തിന്റെ ഡെഫിനിഷൻ പോലും ഹിന്ദുവാണ് കൊടുത്തത്. അത്രയും വിശാലതയുണ്ട് നമ്മുടെ കാഴ്ചപ്പാടിന് എന്ന് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വന്നത്, റാണി പത്മിനിയും കൂട്ടരും അഗ്നിയിൽ ചാടി മരിച്ചതോടുകൂടി പിന്നീട് സതി ആചാരം, ആചാരം ദുരാചാരം, ദുരാചാരത്തെ രാജാറാം മോഹൻ റായിയെ പോലെയുള്ള ഹിന്ദു നവോത്ഥാന നായകന്മാർ വന്നിട്ട് ഈ ദുരാചാരത്തെ പരിഹരിച്ചു.
ദുരാചാരങ്ങൾ എന്തൊക്കെ ഹിന്ദുവിലുണ്ടെന്ന് അറിയോ? എന്തൊക്കെ ദുരാചാരങ്ങൾ! പുലയൻ, പറയൻ, നായർ, നമ്പൂതിരി എല്ലാവരെയും പീഡിപ്പിച്ചു. നമ്പൂരി ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ച ആരെയാ? നായരല്ല, നമ്പൂരിയിൽ തന്നെയാ. നമ്പൂരി 5 പേരുണ്ടെങ്കിൽ മൂത്തവനെ കല്യാണമുള്ളൂ. ഇല്ല, 5 ആമക്കളുണ്ടെങ്കിൽ മൂത്തവനല്ലേ കല്യാണമുള്ളൂ? വേളി. ആ സമൂഹത്തിൽ 70 വയസ്സുള്ള നമ്പൂതിരിമാർ 17 വയസ്സുള്ള കുട്ടികളെ കെട്ടിയിരുന്നു. നമ്പൂതിരി ഏറ്റവും പീഡിപ്പിച്ചത്. നമ്പൂതിരി ഒരിക്കലും നായരെ ബഹുമാനിച്ചിട്ടില്ല. നായർ അഭിമാനിക്കണ്ട, നായർ ഒരിക്കലും ഈഴവനെയും ബഹുമാനിച്ചിട്ടില്ല. അവിടെ അങ്ങോട്ട് നിർത്തും ഞങ്ങളുടെ നാട്ടിലെ ചില പാർട്ടിക്കാർ. നിന്നെ പണ്ട് നായർ പീഡിപ്പിച്ചു, നിന്നെ പണ്ട് നമ്പൂതിരി പീഡിപ്പിച്ചു. ഈഴവന്റെ വീട്ടിൽ പുലയനെ കയറ്റിയിരുന്ന? ഇല്ല. നായർ നിന്നോട് ചെയ്തത് നീ പുലയനോട് ചെയ്തിട്ടുണ്ട്. അത് പറയാൻ നിനക്ക് കഴിയണം. നിന്നെ നമ്പൂതിരി പീഡിപ്പിച്ചു, നായർ പീഡിപ്പിച്ചു എന്ന് ഈഴവൻ തീയൻ പറയുന്ന സമയത്ത് നിന്റെ വീട്ടിൽ പുലയനെ കയറ്റിയിരുന്നോ? ഇല്ല. പുലയൻ അവിടെ നിൽക്കട്ടെ, അവന്റെ വീട്ടിൽ പറയാനെ കയറ്റിയോ? കയറ്റിയിരുന്നോ? പയ്യോളിയിൽ പന്തിഭോജനം നടക്കുക. പയ്യോളിയിൽ പന്തിഭോജനത്തിൽ എന്താ? നമ്പൂരി ഇല വെക്കുന്നു, നായര് ഉപ്പ് വിളമ്പുന്നു. ഇങ്ങനെ എല്ലാവരും ഒന്നിച്ചിട്ട് ഭക്ഷണം കഴിക്കുമ്പോ ഒരു പറ്റം പുലയ സഹോദരന്മാർ ചാടി എണീറ്റു. ഞങ്ങൾക്ക് ഇവിടുന്ന് ഭക്ഷണം വേണ്ടെന്നത്. എന്തേ? ഞങ്ങളുടെ ഇടയിൽ ഒരു പറയൻ വന്നിരുന്നു. അതാണ് അവർ ഭക്ഷണം കഴിക്കാതെ പറയൻ പീഡിപ്പിച്ച വർഗം ഉണ്ടായിരുന്നു. ഈ പവിത്രമായ നമ്മുടെ ധർമ്മം, മുക്കുവൻ രചിച്ച വേദത്തെ അടിസ്ഥാന പ്രമാണമായി കരുതിയ നമ്മുടെ ധർമ്മം, ആദിവാസി രചിച്ച ആദികാവ്യമായ രാമായണത്തെ ആദരിച്ച നമ്മുടെ ധർമ്മം, ഈ ജാതി കോമരരുടെ കയ്യിൽ വിട്ട് ഒരുപാട് പരിവർത്തനങ്ങൾക്ക് നാശത്തിന് വിധേയമായപ്പോൾ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചു. ആര്? സംഭവം ഇന്നലെ പറഞ്ഞിരുന്നു. സ്വാമിജി വിളിക്കാനുള്ള കാരണം ഇന്നലെ പറഞ്ഞിരുന്നോ? സ്വാമിജി കൊടുങ്ങല്ലൂരിൽ വന്നു. സ്വാമിയുടെ കുതിരവണ്ടി തെളിക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ ശ്രീകൃഷ്ണന്റെ പാട്ട് പാടും, ഭജന. അപ്പൊ സ്വാമിക്ക് ഒരു കൗതുകം, നല്ല ക്രിസ്ത്യാനി കുരിശൊക്കെ ഇട്ടിട്ട് എന്താ ശ്രീകൃഷ്ണന്റെ ഭജന പാടുന്നു? എന്റെ പൊന്നു സ്വാമി, ഞാൻ 2 കൊല്ലം വരെ ഒരു പുലയനായിരുന്നു. അന്ന് ഈ നമ്പൂതിരിയെ കാണുമ്പോൾ ഞാൻ ഓടണം, അയാൾ വരുമ്പോൾ മണി മുടക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവനായിരുന്നു ഞാൻ മതം മാറി ക്രിസ്ത്യാനിയായപ്പോ നമ്പൂരി അയാളെ വീട്ടിലെ കാര്യസ്ഥനാക്കി തന്നെ. സ്വാമിജി അപകടം മണത്തു. തൊട്ടുകൂടാത്തവൻ, തിണ്ടിക്കൂടാത്തവൻ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവൻ മതം മാറി ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആയാൽ ഇതേ നമ്പൂരിയുടെ വീട്ടിൽ അന്തഃപുരം വരെ കയറ്റുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. മതപരിവർത്തന ലോഭികൾ ഇവിടെ യഥേഷ്ടം അങ്ങോട്ട് വിഹരിക്കുമെന്ന് മനസ്സിലായപ്പോൾ കേരളത്തെ ഭ്രാന്താലയം, അല്ലാതെ ജാതീയത കണ്ടിട്ടൊന്നുമില്ല. ജാതീയത എന്താ? ഉത്തർപ്രദേശിൽ അന്ന് പശ്ചിമ ബംഗാളിൽ അദ്ദേഹം പശ്ചിമ ബംഗാളായിരുന്നല്ലേ ആര്? സ്വാമിജി കൽക്കത്തയിലല്ലേ വരുന്നത്? കൽക്കത്തയിൽ ജാതീയതയില്ല. അന്ന് പട്ടിയെ കൊണ്ട് മനുഷ്യനെ കല്യാണം കഴിപ്പിക്കുകയാണ് അവിടെ. ഉണ്ടായിരുന്നു. പട്ടിയെ കൊണ്ട് മനുഷ്യനെ കല്യാണം കഴിപ്പിക്കുന്ന ദുരാചാരം ഉണ്ടായിരുന്നു അവിടെ. അത്രയൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് ചിന്തകന്മാർ, യുക്തിവാദികൾ മറന്നു പോകുന്ന അമേരിക്കയിൽ അടിമ കച്ചവടം ഉണ്ടായിരുന്നു. അന്ന് അറേബ്യയിൽ അടിമ കച്ചവടം ഉണ്ടായിരുന്നു. മനുഷ്യന്റെ കഴുത്തിൽ കയറിട്ട് വീട്ടിന്റെ പറയിൽ കെട്ടിയിട്ടിരുന്നു അവിടെ. അത് പറയില്ല. എബ്രഹാലിക്കനാണ് അമേരിക്കയിൽ അടിമ കച്ചവടം ചരിത്രം പഠിച്ചിട്ടില്ലേ? 10 കൊല്ലം മുമ്പ് വരെ ISIS ഭീകരന്മാർ യസീദി പെൺകുട്ടികളെ സിറിയൻ തെരുവോരങ്ങളിൽ ചങ്ങലക്കിട്ട് അടിമകളാക്കി വിറ്റിരുന്നത് കാണുവാൻ ഈ പരിപാടി കഴിഞ്ഞിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. യസീദികൾ നടിച്ചോ? ഇതൊന്നും ഇവിടുത്തെ ബുദ്ധിജീവികൾ കാണില്ല. ആർക്കിട്ട് പണി വരും? ഒരു പണി നടക്കൂല. ഹിന്ദുവിനിട്ട് ഒരു പണിയും ഭൂപറങ്ങ് പോലെയാണ്. തിരിച്ച് അവനെന്നെ വിട്ടുകൊള്ളൂ. ഒന്നും നടക്കൂല. ഇവരൊക്കെ തന്ന പണിയുടെ അടിസ്ഥാനത്തിൽ ഹിന്ദു അങ്ങ് തീർന്നു പോയെങ്കിൽ ഞാനൊരു ഹിന്ദുവാണെന്ന് പറയുന്ന ആൾ രാജ്യം ഭരിക്കുമോ? 20 സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ ഒരു സംസ്ഥാനം ഭരിക്കുന്ന ആളെന്നെ സന്യാസിയാണ്. ഒന്നും നടക്കില്ല. കാരണം ഈ ധർമ്മം സത്യമാണ്. സത്യത്തിനെതിരെ കളവ് എത്ര പ്രചരിപ്പിച്ചാലും സത്യം സ്വർണം പോലെയാണ്. സ്വർണം എത്ര കാലം ചെളിയിൽ കിടന്നാലും ഒരു വെള്ളത്തിന്റെ തടിയിൽ സ്വർണമായിട്ട് തന്നെ വളരും, അല്ലേ? അതുകൊണ്ട് എന്തെല്ലാം പ്രയോഗങ്ങൾ നടന്നു നോക്കി ഹിന്ദുവിന് ഇല്ലാതാകാൻ. എത്ര കൊല്ലം! ഗ്രീക്കും റോമും ഈജിപ്തും മെസൊപ്പൊട്ടോമിയയും ബാബിലോണിയൻ സംസ്കാരങ്ങളെല്ലാം തന്നെ ചരിത്രത്തിന്റെ താളുകളിലേക്ക് മതവെറിയുടെ പടയൊത്തിട്ട് തകർന്നടിഞ്ഞു, പരിവർത്തനത്തിന് വിധേയമായി. എന്നാൽ 2300 കൊല്ലക്കാലത്തെ നിരന്തര വൈദേശിക ആക്രമണത്തിന് ശേഷവും ഭാരതമായിട്ട് ഇന്നും ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഈ ചാമുണ്ടിക്കോട്ടയിൽ 70 ദിവസത്തെ പ്രഭാഷണം നടത്താൻ സുരേഷ് ടീമിന് കഴിഞ്ഞത്. 2326 കൊല്ലങ്ങൾക്ക് മുമ്പാണ് മാസിഡോണിയയിൽ നിന്നും അലക്സാണ്ടർ വന്നിട്ട് ഭാരതത്തെ ആക്രമിച്ചത്. യവന ചക്രവർത്തി തകർക്കാൻ കഴിഞ്ഞില്ല. യവനന്മാരും ശാകന്മാരും ഹൂണന്മാരും കുശാനന്മാരും വന്ന് ആക്രമിച്ചു. ഭാരതത്തെ തകർത്താനോ ഹിന്ദുവിനെ തളർത്തുവാനോ കഴിഞ്ഞില്ല. AD 711 മുഹമ്മദ് ബിൻ കാസിമിന്റെ ആക്രമണം ഒറ്റപ്പെട്ടതായിരുന്നു.
AD 1100 മുതൽ ഗസ്നി, ഗോറി, ഗിൽജി, തുഗ്ലക്ക്, ബാബർ, ഹുമയൂൺ, ഷാജഹാൻ, ബഹദൂർ ഷാ രണ്ടാമൻ വരെ ചരിത്രം രേഖപ്പെടുത്തിയ 700 കൊല്ലക്കാലത്തെ ഇസ്ലാമിക മതഭ്രാന്തിന്റെ പടയോട്ടത്തിൽ 50,000-ൽ പരം ക്ഷേത്രങ്ങൾ തച്ച് താർക്കപ്പെട്ടു. അയോധ്യയും കാശിയും മധുരയും അടക്കം 3000-ഓളം ക്ഷേത്രങ്ങൾ പള്ളികളായി രൂപാന്തരപ്പെട്ടു. 40 ലക്ഷത്തിൽ പരം ഹിന്ദുക്കൾ മരിച്ചു. അയോധ്യയിൽ പോകുമ്പോ രാംലല്ലയെ കാണാം. 77 യുദ്ധം നടത്തി 3 ലക്ഷത്തിൽ പരം ഹിന്ദുക്കൾ ജീവൻ ബലിദാനം നൽകി തിരിച്ചു പിടിച്ചാണ് അയോധ്യ എന്ന് നന്ദിയോടുകൂടി സ്മരിക്കണം. നമുക്ക് ഭഗവാന്റെ ആ രൂപമോ രാംലല്ലൊക്കെ കാണുമ്പോ ഇപ്പൊ ഒരു പ്രശ്നമില്ല. അയോധ്യയിൽ 75 ഏക്കർ ഭൂമിയിൽ അങ്ങനെ വിളങ്ങി നിൽക്കുകയാണ് രാമക്ഷേത്രം. പണി തീർന്നിട്ടില്ല. പണി കഴിയാൻ 2 കൊല്ലം കൂടി എടുക്കും. 2000 കോടിക്ക് പറിച്ചിട്ട് 4600 കോടി അക്കൗണ്ടിൽ വന്ന് കിടക്കുന്നത്. ആ ട്രസ്റ്റ് പറഞ്ഞു ദയവായിട്ട് ആരും ഇനി പൈസ അയക്കല്ലേന്ന്. അത്രമാത്രം ഭാരതത്തിന്റെ ഉള്ളിൽ, ഹിന്ദുവിന്റെ ഉള്ളിൽ ആരുണ്ടായിരുന്നു? ഈ ഒരു സംശയം വേണ്ട. പച്ചക്ക് പറഞ്ഞാൽ BJP അധികാരത്തിൽ വന്ന് രാമനെ വെച്ചിട്ട് തന്നെ അല്ലേ? 1984 2 സീറ്റ് ഉണ്ടായിരുന്ന BJP 89-ൽ 85 സീറ്റിലേക്ക് വന്നത് രാമൻ എന്ന് പറഞ്ഞ ഒറ്റ പ്രതീക. ഉത്തർപ്രദേശിൽ കല്യാൺ സിംഗ് അധികാരത്തിൽ വന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്ന രാമക്ഷേത്രം പണിതരാമെന്ന് BJP പറഞ്ഞിട്ടാ. രാമാനന്ദ് സാഗറിന്റെ രാമായണ സീരിയലും അതിനൊരുപാട് സഹായിച്ചു. ഞങ്ങളൊക്കെ ഞായറാഴ്ചകളിൽ ഇത് കാണാൻ പോകും ചെറുപ്പത്തിൽ, അല്ലേ? ഓർമ്മയില്ലേ രാമായണ സീരിയൽ? അന്ന് ഭാരതം നിശ്ചലമായിരുന്നു. അന്ന് ഇന്ന് കാണുന്ന പോലെ മൊബൈലിൽ ഒന്നും TV ഇല്ല, കുറച്ച് വീടുകളല്ല. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ആകെ 4 വീട്ടിലൊക്കെ TV ഉണ്ടായിരുന്നുള്ളൂ. ഈ TV കാണാൻ വേണ്ടിയിട്ട് അവിടെ ഈച്ചകളെ പോലെ ജനക്കൂട്ടം വന്ന് നിറഞ്ഞു. ഈച്ചകളെ പോലെ, തേനീച്ചകളെ പോലെ വന്നു നിറഞ്ഞു. എന്തുകൊണ്ടാ? രാമൻ അത്രമാത്രം നമ്മളെ സ്വാധീനിച്ചിരുന്നു ഭാരതത്തെ, പ്രത്യേകിച്ച് ഉത്തര ഭാരതത്തെ. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് രാമനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് അത്ര ഫീലിംഗ് ഉണ്ടാവില്ല. ഉത്തര ഭാരതത്തിൽ ചെല്ലുമ്പോഴാണ് നമ്മളൊന്നും അനുഭവിച്ചിട്ടില്ല. ടിപ്പു സുൽത്താന്റെ ഒരു പടയോട്ടത്തെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, ഹൈദറിന്റെയും ടിപ്പുവിന്റെയും ഒരു പടയോട്ടത്തെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഹിന്ദുക്കളൊന്നും അനുഭവിച്ചിട്ടില്ല. 700 കൊല്ലക്കാലത്ത് നിരന്തരമായ വേട്ടയാടലിന് പാത്രീഭൂതമായ മണ്ണാണ് ഉത്തര ഭാരതം. ഇന്നത്തെ രാജസ്ഥാനും ഉത്തർപ്രദേശും ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിൽ പോവാ. ഇവിടുത്തെ മതേതരന്മാരെയൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾ സത്യമായി മനസ്സിലാക്കി. ഞാൻ 22 സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്ത വ്യക്തിയാണ്. ഇനി 6 സംസ്ഥാനം കൂടെ ഞാൻ കവർ ചെയ്യാനുള്ളൂ. അതുകൂടി ഞാനിപ്പോ ഒരു 2 കൊല്ലം കൊണ്ട് കവർ ചെയ്യും. എന്റെ ഏറ്റവും വലിയൊരു പാഷനാണ് ഭാരതത്തെ അറിയുക. ഈ ഭാരതത്തിൽ ജനിച്ചിട്ട് ഭാരതത്തെ അറിയാൻ ചത്തുപോയാൽ ഭഗവാൻ അങ്ങ് ചിന്ത തന്നെയൊക്കെ എവിടെ നിന്നാണോ ജനിപ്പിച്ചെന്ന് ചോദിക്കില്ലേ? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. സോമനാഥ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അന്ന് ഗസ്നിയും ഗോറിയും ഗിൽജിമാരെല്ലാം വെട്ടിയിട്ട തല അങ്ങനെ തന്നെ സർദാർ പട്ടേൽ ചില്ലിലാക്കി വെച്ചിട്ടുണ്ട്. 16 പ്രാവശ്യം അറ്റാക്ക് ചെയ്ത് തകർത്ത് കളഞ്ഞാല്. 1951-ലാണ് അവസാനമായി നിർമ്മിച്ച ക്ഷേത്രം പുനർനിർമ്മിച്ചതിന് ശേഷം ഉദ്ഘാടനം ചെയ്ത് ആരാന്നറിയോ? സംഘപരിവാർ ഫാസിസ്റ്റുകളൊന്നുമല്ല, അന്നത്തെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ്. അധ്യക്ഷനായിരുന്നു ഉരുക്ക് മനുഷ്യർ സർദാർ പട്ടേൽ. അവിടെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക. ഞങ്ങളുടെ കൂട്ടൽ കഴിഞ്ഞ സെപ്റ്റംബർ യാത്രയിൽ ഞങ്ങളുടെ കൂടെ വലിയൊരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരനായ ആളുണ്ടായിരുന്നു. അയാൾ കാശിയിലെത്തിയപ്പോൾ ഒരൊറ്റ പ്രതിജ്ഞ, RSSകാർ എപ്പോഴെങ്കിലും ഇത് പൊളിക്കാനുണ്ടെങ്കിൽ ഞാൻ മുമ്പിലുണ്ടാവും. ഏത് പൊളിക്കാൻ? കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ മതിലിന്റെ ഉള്ളിലാ പള്ളി കിടക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ഒരു മതിലില്ലേ? ഈ മതിലിന്റെ ഉള്ളിലൊരു പള്ളി. പോയിട്ടുണ്ടോ? കാശി പോയിട്ടുണ്ടോ? ഞാൻ വാപ്പി പള്ളി കണ്ടില്ലേ? കോമ്പൗണ്ടിന്റെ ഉള്ളിലാണ് കിടക്കുന്നത്. മധുര ശ്രീകൃഷ്ണ ക്ഷേത്രം കണ്ടവര്? ശ്രീകൃഷ്ണ അങ്ങ് കണ്ടത് കംസന്റെ കൊട്ടാരം. ദേവിയുടെ കൊട്ടാരം എന്താ? പള്ളിയാണ്. ദേവിയുടെ കൊട്ടാരം പള്ളിയാ. ശ്രീകൃഷ്ണൻ ജനിച്ച കാരാഗ്രഹത്തിന്റെ ഒരു ചുമര് കഴിഞ്ഞാൽ പള്ളിയാണ്. അവിടെ 2-3 മിനാരങ്ങൾ പണിതത് മാത്രമേ നമുക്ക് അവരുടെ സംഭാവനയുള്ളൂ. 3 മിനാരം, അമ്പലത്തിന്റെ മുകളിൽ 3 മിനാരം. ഇതൊക്കെ കണ്ടു ബോധ്യപ്പെടും. അപ്പോൾ ഈ മതേതരത്വമൊക്കെ അങ്ങോട്ട് ഉരുകി ഒലിച്ചു പോകും. റിയാലിറ്റി, യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കണം നമ്മളെപ്പോൾ. സ്വപ്നലോകത്ത് ജീവിക്കാൻ എളുപ്പമാണ്. സ്വപ്നം കാണാൻ ഉറങ്ങിക്കൊടുത്താൽ മതി. ലക്ഷ്യം നിങ്ങളെ ഉറക്കത്തെ കെടുത്തിക്കളയും എന്ന് APJ പറഞ്ഞതുപോലെ റിയാലിറ്റി നമ്മുടെ ലക്ഷ്യത്തെ മാറ്റിമറിച്ചോളെ. ഇവിടുന്ന് പച്ചക്കളവ് പറഞ്ഞിട്ടാണ് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊക്കെ ഇങ്ങനെ പറ്റിക്കപ്പെട്ട ആളുകളാണ്. സത്യം പറഞ്ഞാൽ ഈ കോളേജ് ലൈഫിലൊക്കെ ഞങ്ങളൊക്കെ ഇങ്ങനെ പറ്റിക്കപ്പെട്ട ആളുകളാണ്. പച്ചക്കളവ് പറയും. ഉത്തരവാദിത്തത്തെ കുറിച്ച് പച്ചക്കളവ് പറയും. അവിടെ അങ്ങനെയാണ്, ജാതീയതയാണ്, തൊട്ടുകൂടായ്മയാണ്. എവിടെ? അയോധ്യ, മധുര, മായ, കാശി, കാഞ്ചി, അവന്തിക, വൈശാലി, ദ്വാരകാപുരി, തക്ഷശില, ഗയ, പ്രയാഗ, പാടലിപുത്രം, വിജയനഗരം, ഇന്ദ്രപ്രസ്ഥം, സോമനാഥം. ഏത് അമ്പലത്തിലാണ് നിങ്ങളോട് ഇന്ന് ജാതി ചോദിക്കുക? ഒരു ക്ഷേത്രം പറയും. ഒരു ക്ഷേത്രം നിങ്ങൾ വാ, പുലയനെ പറയുന്നത് കൊണ്ടുവാ. ഏത് അമ്പലത്തിലാണ് നിങ്ങളോട് ജാതി ചോദിക്കുക? അയോധ്യയിലൊക്കെ ദിവസം വരുന്നത് 5-10 ലക്ഷം ആളാ. സർട്ടിഫിക്കറ്റ് നോക്കാൻ പറ്റുമോ? കാശിയിലൊക്കെ പറഞ്ഞ ഒരു ദിവസം വരുന്നത് 50 ലക്ഷം ആളാ. സർട്ടിഫിക്കറ്റ് നോക്കാൻ പറ്റുമോ? എന്നിട്ട് ഇവിടെ ഇരുന്ന് പച്ചക്കളവ് പറയാം. പച്ചക്കളവ്. ഉത്തരഭാരതത്തിലൊക്കെ വലിയ എന്താണ് ഇതൊക്കെയാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, സ്വാമിജി ഈ അപകടത്തെ മണത്തിട്ട്
ഡോക്ടർ പൽപ്പുവിനോട് പറഞ്ഞു, കേരളത്തെ ഭ്രാന്താലയത്തിൽ നിന്ന് തീർത്ഥാലയത്തിൽ കൊണ്ടുവരണം. പിന്നെ ആചാര്യന്മാരുടെ ഒരു പട തന്നെയായിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പിസ്വാമി തിരുവടികൾ, മഹാത്മാ അയ്യങ്കാളി ആചാര്യത്രയങ്ങളാണ്. ഈ മൂന്നാചാര്യന്മാർ 3 സമുദായത്തെ കേന്ദ്രീകരിച്ചു എന്ന് മാത്രം, അവർ എല്ലാ സമുദായങ്ങൾക്കും അതീതമായിരുന്നു. ഇന്നത്തെ SNDP-കാർക്കും NS-കാർക്കും അത് മനസ്സിലാവുന്നുണ്ടോ എന്നത് കുറച്ച് സംശയം ഇല്ലേ? ശ്രീനാരായണ ഗുരുദേവൻ നിങ്ങളാളാണ്, ചട്ടമ്പിസ്വാമി ഞങ്ങളാളാണ്. രണ്ടുപേരുടെയും ജീവചരിത്രം ഒന്ന് പഠിക്കണം, നമ്മൾ പഠിക്കണം. നമ്മൾ ഇതിനൊക്കെ അതീതമായിട്ട് ചിന്തിക്കുന്നവരായിരിക്കണേ. കാരണം സുരക്ഷ അത്രയും റിസ്ക് എടുത്തിട്ടാണ് 7 ദിവസത്തെ പ്രഭാഷണമൊക്കെ ആയിട്ട് ഞാൻ നായരും തീയനും ആയിട്ട് പുലയനും പറയാനായിട്ട് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ചിന്തിക്കുന്നതെങ്കിൽ ഒരു കാര്യമില്ല. തുടങ്ങും അവരെങ്ങനെ ജീവിച്ചു, ഗുരുദേവനും ചട്ടമ്പിസ്വാമികളും എങ്ങനെ ജീവിച്ചു? അവർ പരസ്പരം ഗുരു ശിഷ്യനായിരുന്നു. പരസ്പരം അവർ എല്ലാ ആശയങ്ങളെയും കൈമാറിയിരുന്നു. ഒന്നിച്ച് ഒരുപാട് കാലം യാത്ര ചെയ്തിരുന്നു, ഒന്നിച്ച് സംവദിച്ചിരുന്നു. അവർ ചില സമുദായങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു, ആ സമുദായത്തിലെ അന്ധവിശ്വാസങ്ങളെ അകറ്റാൻ വേണ്ടി എന്ന് മാത്രം മനസ്സിലാക്കണം. ഗുരുദേവൻ, ചട്ടമ്പിസ്വാമി തിരുവടികൾ, മഹാത്മാ അയ്യങ്കാളി, മന്നത്ത് പത്മനാഭൻ, DK മാധവൻ, പണ്ഡിറ്റ് കറുപ്പൻ, R ശങ്കർ, കുമാരനാശാൻ, സഹോദരയ്യപ്പൻ, ഡോക്ടർ പൽപ്പു, എണ്ണിയാലൊടുങ്ങാത്ത നവോത്ഥാന നായകന്മാരും ആചാര്യന്മാരും വന്ന് ഹിന്ദുവിന്റെ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ പരിഹരിച്ചു. ഇനി ഏതെങ്കിലും അമ്പലത്തിൽ ജാതി ഇതുണ്ടാവും? ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ ജാതി ചോദിക്കാറുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. ഇവിടെ പ്രഭാഷണത്തിൽ വരുന്ന ആളെ ജാതി സുരക്ഷ ചോദിക്കാറുണ്ടോ? ഇല്ല. നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. നമ്മുടെ ചിന്താമണ്ഡലത്തിൽ പോലും ഇന്ന് ജാതിയില്ല. പക്ഷെ ആ ജാതിയെ കുത്തിത്തിരിപ്പാണ് ഇവിടുത്തെ സുൽപ്പികളുടെയും ശ്യാംകുമാറിനെ പോലെയുള്ള ആളുകൾ ഉണ്ടാകുന്നത്. ഈ ശ്യാംകുമാറൊക്കെ വട്ട് പിടിച്ചു എന്നാ പറഞ്ഞത്. ഒരു പുസ്തകം വായിച്ചിട്ട് പറയാണ്, ഈ ബ്രാഹ്മണിക്കൽ മേധാവിത്വത്തിന്റെ പേരിലാണ് മുസ്ലിം സ്ത്രീകൾ പർദ്ദയിടുന്നത്. ഇവരൊക്കെ ഊളംപാറയിൽ കൊണ്ടുപോയി ഷോ ഘടിപ്പിക്കണ്ടേ? അഫ്ഗാനിസ്ഥാനിലെ മുസ്ലിം സ്ത്രീകൾ പർദ്ദയിടാനുള്ള കാരണം എന്താ? കേരളത്തിൽ ബ്രാഹ്മണന്മാരുള്ളതാണ്. എന്ത് ഈ വെറുപ്പ് പിടിച്ചിട്ട് എന്തെങ്കിലും പറയാന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? വെറുപ്പ് പിടിച്ച യുക്തിഭദ്രമായത് പറയണ്ടേ എന്ന് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞു വന്നത്, മാദ്രി സതി അനുഷ്ഠിച്ചു. സതി എന്ന് പേര് കൊടുത്തതിന് കേട്ടോ. പക്ഷെ അഭിമന്യു മരിച്ചപ്പോ ഉത്തരദീ ചാടിയോ? 100 കൗരവന്മാർ മരിച്ചപ്പോ അവരുടെ 100 പേര് കല്യാണം കഴിച്ചതാ. 100 പേര് ആർക്കും ചാടിയോ? സതി എന്ന സമ്പ്രദായം പുരാണങ്ങളും ഇതിഹാസങ്ങളും എവിടെയില്ല. ദശരഥൻ മരിച്ചപ്പോൾ 3 ഭാര്യമാരിൽ ആരും തീ ചാടിയിട്ടില്ല. രാവണൻ മരിച്ചപ്പോൾ രാവണന്റെ ഭാര്യ മണ്ഡോദരിയും തീയിൽ ചാടിയിട്ടില്ല. സതി എന്ന് പറയുന്നതിന്റെ ചരിത്രമൊക്കെ 1000 കൊല്ലത്തിനിടയിൽ വന്നു ചേർന്ന ആചാര ദുരാചാര സങ്കല്പങ്ങളാണ്. അതൊക്കെ ഹിന്ദുക്കളായിട്ട് തന്നെ ഉണ്ടാക്കി ഹിന്ദുക്കളായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ വലിയൊരു ദുരാചാരം നടക്കുന്നുണ്ട് കർണാടകയിൽ. ബ്രാഹ്മണന്മാര് കഴിച്ച ഭക്ഷണത്തിന്റെ എച്ചില് ആര് ഉരുളും? അവിടുത്തെ ഒരു സമുദായത്തിൽപ്പെട്ട ആളുകൾ ഉരുളും. സഹിക്കാൻ പറ്റുമോ? ഇപ്പോഴുണ്ട്. ഞാൻ പറഞ്ഞുതരാം, കഥ പറഞ്ഞുതരാം. യെദ്യൂരപ്പ നിരോധിച്ചു. അത് യെദ്യൂരപ്പ നിരോധിച്ചപ്പോ കേസിന് പോയി. ആരാ പോയെന്നറിയാം? ഉരുളുന്ന ആളുകൾ. ബ്രാഹ്മണന്മാർ കേസിന് പോയില്ല. അവരെങ്ങനെയും നിൽക്കട്ടെ എന്ന് വിചാരിച്ചാ. കാരണം ബ്രാഹ്മണൻ ഭക്ഷണം കഴിക്കുന്ന കാത്തു ഈ ഇല കൊണ്ടുപോയിട്ട് ഒരുത്തേലിട്ട് എല്ലാവരും അതിൽ കിടന്നു ഉരുള്. മനസ്സിലായല്ലോ? അപ്പോ ഇത് നിരോധിച്ചപ്പോ കേസിന് പോയത് ഉരുളുന്ന ആളുകള്. എന്റെ മുത്തച്ചുരുണ്ടപ്പോ ചൊറി മാറിയിട്ടുണ്ട്, നോക്കണേ. എന്നിട്ട് നമ്മൾ ഈ ഈ ബ്രാഹ്മണന്മാർ ഇവരിങ്ങനെ കുറ്റം പറയുന്നത് കേട്ടിട്ട് നമ്മളിപ്പോ ജെമിനി ആപ്പ് ഉണ്ട്, അല്ലെ യൂട്യൂബ് ഉണ്ട്, എല്ലാം ഉണ്ടല്ലോ നമ്മുടെ കയ്യിലുണ്ടല്ലോ, ഗൂഗിൾ ഉണ്ട്, ഈ ആധുനിക ടെക്നോളജി എല്ലാം നമ്മൾ ഉപയോഗിക്കണം. ജെമിനി ആപ്പിലേക്ക് കയറിയിട്ട് ചുമ്മാ ചോദിക്കുക ബ്രാഹ്മണന്മാർ എത്ര ശതമാനം ഉണ്ട്? അപ്പോൾ ജെമിനി മറുപടി പറയും 0.7%. കേരളത്തിലെ ബ്രാഹ്മണന്മാരുടെ എണ്ണം എത്രയാ? നമ്പൂതിരി ബ്രാഹ്മണന്മാരുടെ എണ്ണം 1% ഇല്ല. എത്രയാ? 0.7% ബ്രാഹ്മണന്മാരെ കൊണ്ടാണ് ഇന്ന് കേരളം അനുഭവിക്കുന്ന എല്ലാ പ്രശ്നവും. ആണോ? പാവങ്ങൾ എങ്ങനെയും ജീവിച്ചോട്ടപ്പാ. അവരെ വെറുതെ വിട്ടേക്കോ? പണ്ട് നിന്റെ മുത്തച്ഛനെ പീഡിപ്പിച്ചിട്ടുണ്ട്, അന്ന് നിന്റെ മുത്തച്ഛൻ പലരെയും പീഡിപ്പിച്ചിട്ടുണ്ട് ഇല്ലേ? നിന്റെ മുത്തച്ഛനെ നമ്പൂതിരി പീഡിപ്പിക്കുമ്പോൾ, ഈഴവനായ നിന്റെ മുത്തച്ഛനെ നമ്പൂതിരി പീഡിപ്പിക്കുമ്പോൾ നിന്റെ മുത്തച്ഛൻ അന്ന് പുലയനെ പീഡിപ്പിച്ചിട്ടുണ്ട്. അത് നീ മറക്കരുത്. നിന്റെ മുത്തച്ഛൻ പീഡിപ്പിച്ചതിന്റെ ചരിത്രം പറഞ്ഞു. നിന്റെ മുത്തച്ഛൻ പീഡിപ്പിക്കപ്പെട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. നിന്റെ മുത്തച്ഛൻ ആരെല്ലാം പീഡിപ്പിച്ചു എന്നത് നീ മറക്കരുത്. കോഴിക്കോട് ഹിന്ദു ഐക്യവേദിയുടെ ഒരു കാര്യകർത്താവുണ്ട്. ജാതീയത വല്ലാതെ മനസ്സിലുണ്ടായിരുന്നു. ഇപ്പൊ ഒരു ജാതീയതയില്ല. എന്താ സംഭവിച്ചാൽ ഇയാള് പുലയ സമൂഹത്തിൽപ്പെട്ട ആളാ. അപ്പൊ നാട്ടിലൊരു കലക്ഷന് വേണ്ടിയിട്ട് എല്ലാ ജാതിയിൽപ്പെട്ട ആളുകളും ആ ഒരു തന്ത്രിയുടെ വീട്ടിലേക്ക് പോയി. പ്രഗത്ഭനായ തന്ത്രി, ഒരുപാട് ക്ഷേത്രങ്ങളുടെ തന്ത്രിയാ, നല്ല കുലീനനായ ഒരു വ്യക്തി, നല്ലൊരാളാ. അവിടെ എത്തുമ്പോൾ ഇയാൾക്കൊരു മുൻധാരണയുണ്ട്. കാരണം ഇയാളുടെ ജാതിക്കാരും ഇയാളുടെ രാഷ്ട്രീയക്കാരും ഇയാളുടെ വീട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ തന്ത്രിയുടെ അച്ഛനും മുത്തച്ഛനൊക്കെ നമ്മുടെ പൂർവികന്മാരെ ഒത്തിരി പീഡിപ്പിച്ച മഹാദുഷ്ടന്മാരാ. അതുകൊണ്ട് തന്നെ ആ തന്ത്രിയോട് ആ പക മനസ്സിൽ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇയാൾ ആ വീട്ടിൽ ചെല്ലുന്നത്. അപ്പൊ ഈ തന്ത്രിക്ക് എല്ലാവരെയും അറിയാം, സംഭവം നല്ല ബന്ധമുള്ള ആളാ. അപ്പൊ ഇയാളെ വിളിച്ചു, അനീഷ് ഇരിക്കൂ,
അവന്റെ കൂടെ എല്ലാവരെയും വിളിച്ചു. അതിനുശേഷം തന്ത്രിയുടെ ഭാര്യ ചായ കൊണ്ടുവന്നു. അതിനുശേഷം മിക്സറും അവിലുമാണ് കൂട്ടല്. ഇതിന് ഒരു പ്ലേറ്റിലാണുള്ളത്. എന്നിട്ട് പറയാ നമ്പൂരി കഴിച്ചിട്ട് ഇയാളോട് കഴിക്കുന്നു. അയാളും കഴിക്കുന്നതിൽ നിന്നാണ്, പൊലേനും കഴിക്കുന്നതിൽ നിന്നാണ്, പറയുന്നു കഴിക്കുന്ന ഒരു പ്ലേറ്റിൽ നിന്ന് വാരി തിന്നുമ്പോ ജാതീയത എന്തായി പോയി? ഉരുകി ഒലിച്ചു പോയി. ഇത്രയേ ഉള്ളൂ. ഇപ്പൊ അയാളോട് ജാതീയത ആരും പറഞ്ഞാൽ എന്താ അവസ്ഥ? ഞങ്ങള് സംഘത്തിന്റെ OTC ക്യാമ്പ് പോകും. OTC ക്യാമ്പിൽ ഞാൻ ഫസ്റ്റ് ഇയറിന് പോയ സമയത്ത് ഞങ്ങളുടെ നാദാപുരം മേഖല ഞങ്ങൾ 28 പേരാണ് പോയത്. അപ്പൊ ആ മേഖലയിൽ നിന്ന് വന്നവരായതുകൊണ്ട് എനിക്ക് വേണ്ട എല്ലാം ജാതി അറിയാം. അവിടെ ഞങ്ങളുടെ കൂട്ടത്തിൽ വിനീഷ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അവൻ പുലയ സമൂഹത്തിൽപ്പെട്ട ആളാ. അപ്പൊ അപ്പുറത്തുള്ള കൃഷ്ണദാസ് നമ്പൂതിരിയാണുള്ളത്. കൃഷ്ണദാസ് നമ്പൂതിരി ഇതുണ്ടാവും, പൂണിലുണ്ടാവുമല്ലോ. അപ്പൊ ആ അമ്പലത്തിലെ ശാന്തിക്കാരനാണ്. ഞങ്ങൾ 20 ദിവസമാണ് ഒന്നിച്ച് ഒരു പായിലാണ് കിടന്നുറങ്ങുക, ഒന്നിച്ചാണ് ഭക്ഷണം കഴിക്കുക. ഒരു വലിയ ഇതിൽ വെള്ളം നിറച്ചിട്ട് ഒന്നിച്ചെല്ലാവരും ഇങ്ങനെ കോരി മഗ് കൊണ്ട് കോരിയിട്ട് ഇങ്ങനെ കുളിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള 1350 പേര് ആ ക്യാമ്പിലുണ്ട്. അപ്പൊ ഈ വിജീഷ് വളരെ രസികനാണ്. ഇയാൾ നമ്പൂരിന്റെ അടുത്തേ കിടന്നു. എന്നിട്ട് കാലെടുത്ത് നമ്പൂരിന്റെ നെഞ്ചത്ത് പോകും. എന്നിട്ട് പറയും, നീയൊക്കെ പണ്ട് ഞങ്ങളെ ഒരുപാട് പീഡിപ്പിച്ചല്ലടാ അനുഭവിക്കുന്നത്. എന്നിട്ട് നമ്പൂരി പാവം എന്നെ വിളിച്ചിട്ട് പറയും, ഒന്നും എടുക്കാൻ പറയാൻ ഇവന്റെ പാവം നല്ല വെയിറ്റാണ് ഇവന്റെ കാലിന്. ഇയാളൊരു പാവം മനുഷ്യനാ. അവിടെയെല്ലാം ജാതിയൊക്കെ അലിഞ്ഞില്ലാതായി പോകുന്നതാ. അവിടെ കൊണ്ടുവന്നിട്ടാണ് പഴയ ജാതീയത എന്ത് ചെയ്യുന്നത് ഇപ്പൊ കുത്തിക്കയറ്റാന്ന് വന്ന്